ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് ഫീൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മലയൻകീഴ് CSI ചർച്ചിൻ്റെ ഒരു കാർണിവലാണ്. അടിപൊളിയായിട്ടാണ് ഇവിടെ ലൈറ്റിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന സ്റ്റാറാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. 110 അടി ഹൈറ്റുള്ള ഒരു സ്റ്റാറാണത്. നല്ല ഭംഗിയായിട്ടാണ് ഇവരതിനകത്ത് ചെയ്തിരിക്കുന്നതെല്ലാം. ആ ഒരു സ്നോ ആംബിയൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത് വളരെ നന്നായിട്ട് തന്നെ ഉണ്ട്. ഇതുപോലെ ഇവർ ഒരുപാട് അട്രാക്ഷൻസ് ഇവിടെ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പോയി നോക്കാം. ഓക്കെ, ഇപ്പോൾ കാണുന്നത് അവരവരുടെ ഓരോരോ ആർട്ടുകളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് ഇതൊക്കെ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു അമ്മയും കുഞ്ഞോട്ട് നിൽക്കുന്നതൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല പെർഫെക്ഷനിലായിട്ട് തന്നെ ഉണ്ട്. ഇത് റിയലാണ്, യഥാർത്ഥ ആട് തന്നെയാണ്. പിന്നെ കുറച്ച് ആട്ടുംകുട്ടികൾ രണ്ട് സൈഡിലായിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു മിൽക്ക് ബാർ എന്ന് പറഞ്ഞ ചെറിയൊരു ഷോപ്പ് പോലെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല രസമായിട്ട് തന്നെ ഉണ്ട്, നല്ല പെർഫെക്ഷനോട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനോടൊപ്പം ഹോട്ട് ടീ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഒരു ടീ ഷോപ്പ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല രസമായിട്ടുണ്ട് അല്ലേ കാണാൻ. അതുപോലെ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടോ ഓരോ ചെറിയ രൂപങ്ങളൊക്കെ അവരിങ്ങനെ കാർഡ്ബോർഡിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ കാണാൻ നല്ല പെർഫെക്ഷൻ ഉണ്ട് അതിനകത്ത്. ഓക്കെ, ഇതുപോലെ ഒരു ആംബിയൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജോസഫ് മറിയും നടുക്ക് യേശുവും ആ ഒരു പുൽത്തൊഴുത്തിൻ്റെ ഒരു ആംബിയൻസ് ആണ് ഇവർ ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തത്. കൊള്ളാം, നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മൺകലമൊക്കെ തീർക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. അത് നമ്മുടെ പലവ്യഞ്ജന സാധനങ്ങളൊക്കെ പണ്ട് കാലങ്ങളിൽ വിറ്റഴിച്ചുകൊണ്ടിരുന്ന വഴിയോരത്തിൽ നിന്ന് വിറ്റഴിക്കുന്ന ഒരു അമ്മച്ചിയുടെ ഒരു ഇതാണ് ഇവർ ഇവിടെ വെച്ചിരിക്കുന്നത്. അത് നല്ല രസമായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഓറഞ്ച് വിൽക്കുന്ന ഒരു ഇതിവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പശുക്കളെ കാണാം. അതിൻ്റെ അടുത്ത് പശുവിനെ മേയ്ക്കുന്ന ഒരാളിരിപ്പുണ്ട്. ഓക്കെ, അതുപോലെ ഇവിടെ ലൈറ്റിങ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കുറേ ദൂരത്തെ ഇതേപോലെ സീരിയലിട്ടിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. അടുത്ത് നമ്മൾ പോകുന്ന മെഡിക്കൽ എക്സിബിഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്കാണ്. ഈ മെഡിക്കൽ എക്സിബിഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ കുഞ്ഞുണ്ടാകുമ്പോൾ ഗർഭസ്ഥ ശിശു ആകുമ്പോൾ തന്നെ അവിടെ ഉണ്ടാകുന്ന ഓരോരോ രൂപാന്തരങ്ങളുണ്ടല്ലോ, അതെല്ലാം അവർ ഇതേപോലെ പ്രിസർവ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു മരത്തിൽ ലൈറ്റിംഗ് കാണാൻ നമുക്ക് നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഓറഞ്ചും വൈറ്റും സീരിയലിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ തന്നെ വലത് ഭാഗത്ത് ഒരു സൈഡിൽ ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിൽ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാർണിവലിൻ്റെ ഭാഗമായിട്ട് ഓരോരോ ചർച്ചസ് അവരുടെ ഓരോ കൊയർ ടീമുകൾ വന്ന് അവർ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ട്. നല്ലൊരു അനുഭവം തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ അതും ആസ്വദിക്കാനായിട്ടിരിക്കാം. നല്ല രീതിയിൽ തന്നെ അവരൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം ഞാൻ കണ്ടു തന്നു, നല്ല ഭംഗിയായിട്ട് തന്നെ പാടുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇത് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. അതൊരു സെൽഫി പോയിൻ്റാണ്. ഇതുപോലെ ഒത്തിരി സെൽഫി പോയിന്റുകൾ ഇവിടെ ഉണ്ട്. ഇത് നല്ലൊരു അടിപൊളിയായിട്ടൊരു സംഭവം കേട്ടോ. വാട്ടർ ഫൗണ്ടൈനാണ്. അതിന് ഇടയ്ക്ക് ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ അടിക്കുന്നത്, പല പല കളർ ലൈറ്റുകൾ അടിക്കുന്നുണ്ട്. ഇതിനെ പാർ ലൈറ്റ് എന്നാണ് പറയുന്നത്. പാർ ലൈറ്റ് അതായത് ഈ മിക്സഡായിട്ട് വരുന്ന, മിക്സഡും ഉണ്ട്, സിംഗിൾ കളേഴ്സും വരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന ലൈറ്റ് ഈ വാട്ടറിലേക്ക് അടിക്കുമ്പോൾ നമുക്ക് കാണുന്ന ഒരു ഭംഗിയുണ്ട്. അത് അടിപൊളിയാണ്. അത് നേരിട്ട് കണ്ട് തന്നെ നമ്മൾ ആസ്വദിക്കേണ്ടതാണ്. പിന്നെ ഇത് ഈ റെയിൻ ഡാൻസ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ സംഭവമാണ്. ഇതിൻ്റെ മോട്ടറൊക്കെ ഘടിപ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രത്യേക ടൈമിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പം കാണാൻ പറ്റുന്ന ഒരു ഡിസൈനുണ്ട്, വാട്ടർ ഡിസൈൻ. റെയിൻ ഡാൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും എല്ലാവരും. അതും ഇവിടെ ചെറിയ രീതിയിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം മുന്നോട്ട് നടക്കുന്ന ഇതുപോലെ ഒരു ചെറിയ പേപ്പർ കട്ടിങ്സ് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഒരു പടുകൂറ്റൻ ക്രിസ്മസ് ട്രീ തന്നെ അവിടെ ഉണ്ട്. അത് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ആണ്, ലൈറ്റൊക്കെ ഇട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. അതൊരു സെൽഫി പോയിൻ്റാണ്. ഇതുപോലെ ഒട്ടനവധി സെൽഫി പോയിന്റുകൾ ഈ കാർണിവലിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് അടുത്തൊരു സെൽഫി പോയിൻ്റാണ്, ലവ് ചിഹ്നത്തിൻ്റെ സെൽഫി പോയിന്റ്. ഒരുപാട് കപ്പിൾസൊക്കെ അല്ലാതെ ഫാമിലി ആയിട്ടൊക്കെ വന്നെടുക്കുന്നുണ്ട്. ഇതും മറ്റൊരു സെൽഫി പോയിൻ്റാണ്. ഇതിൻ്റെ അകത്ത് കയറി വന്നിട്ട് പുറത്തുനിന്ന് എടുക്കുമ്പോൾ കിട്ടുന്നത് നല്ലൊരു
ഫോട്ടോ തന്നെയായിരിക്കും. അടുത്ത് ഇതുപോലെ ചർച്ചിൻ്റെ സൈഡിൽ ഇതുപോലെയുള്ള ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലുള്ള നിയോൺ സ്ട്രിപ്പുകൾ അവർ ഒരുപാട് ഫ്രെയിം ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനും ഇതിനകത്തൂടെ വീഡിയോ എടുത്തുകൊണ്ട് നടന്നു പോകാനൊക്കെ നല്ല രസമായിരുന്നു. ഓക്കെ, ഈ ഭാഗത്ത് വരുവാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെയുള്ള ഒരുപാട് ലൊക്കേഷനിൽ ഫോട്ടോ എടുക്കാം. ഇത് മറ്റൊരു സെൽഫി പോയിൻ്റാണ്. ഇവിടെ ഒരുപാട് ഫാമിലീസ് നിന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള നിയോൺ സ്ട്രിപ്പുകളുടെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഭംഗി തന്നെയാണ്. ഇത് പിന്നെ ഈ കാണുന്നത് ഓരോരോ ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് അതിൽ സീരിയൽസ് ഇട്ടിരിക്കുകയാണ്. ഗ്രീൻ സീരിയലാണ്. അത് കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ ഇതേപോലെയുള്ള ഓരോ ലൊക്കേഷൻ്റെ ഫ്രണ്ട് ചെയ്യുന്നിട്ട് ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയായിരിക്കും. ടോപ്പിലാണ്, ചർച്ച് ടോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് താഴോട്ട് ട്രെയിൻ വയ്ക്കുമ്പോൾ ഉള്ള വിഷനാണ് ഈ കാണുന്നത്. ടോട്ടലി എല്ലായിടത്തും ലൈറ്റ്സ് വന്ന് ഇറങ്ങിയിരിക്കുമ്പോൾ കാണുന്ന ആ ഒരു ഭംഗി അത് അടിപൊളി തന്നെയാണ്. കുട്ട ഇങ്ങനെ തൂക്കിയിട്ടിട്ടിരിക്കുന്ന ലൈറ്റുകളാണ്, അത് നല്ല ഭംഗിയായിരുന്നു. അതിനുശേഷം ഇപ്പോഴുള്ള ക്യാമൽ സഫാരികൾ അവിടെ ഉണ്ട്. സഫാരി മീൻസ് കുറച്ച് ദൂരം മുന്നോട്ട് പോകും, തിരിച്ച് എന്നിട്ട് കറങ്ങി ഇതേ പോയിന്റിൽ തന്നെ വരും. വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു ക്യാമലിന് 100 ആണെന്ന് തോന്നുന്നു, 100 റുപ്പീസാണ്. പിന്നെ കുതിരയ്ക്കാണെങ്കിൽ 50 രൂപയ്ക്കായിരുന്നു. ഇതും ഒരുപാട് പേര് ഇതേപോലെ സഫാരിക്കൊക്കെ അവർ എടുത്ത് എക്സ്പീരിയൻസ് കണ്ടായിരുന്നു. അതും നല്ലൊരു അനുഭവം തന്നെയാണ്. അവിടെ വരുന്നവർക്ക് ഒട്ടകത്തിനെയും കുതിരയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അവരവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മണ്ണൊക്കെ വെട്ടിയിട്ട് ബാക്കിലൊക്കെ ആ ഒരു ചെയ്ത് വെച്ചിരിക്കുന്ന ആംബിയൻസും നല്ല ഭംഗിയായിട്ട് തന്നെയുണ്ട്. അതുപോലെ ഒരുപാട് പേര് ക്യാമലും ഹോഴ്സൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതുപോലുള്ള സ്റ്റോളുകളും ഒരുപാടുണ്ട്. പിന്നെ അതുപോലെ ഈ സൂര്യകാന്തിയുടെ ഒരു തോട്ടം തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് തികച്ചും ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ടാക്കിയതാണ്. ഓക്കെ, ഇതുപോലെ ഓരോ മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെയുള്ള സൂര്യകാന്തി പൂക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ നടുക്കുള്ള ആ ഒരു ബ്രൗൺ പോർഷനല്ലേ സർക്കിള്, അത് കടുക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ നല്ല പെർഫെക്ഷൻ, അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. പിന്നെ അതിനുശേഷം മുന്നോട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു പാർക്ക് ഏരിയ ഉണ്ട്. കുട്ടികൾക്ക് ഫാമിലിയായിട്ടൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ചെറിയ രീതിയിലുള്ള പാർക്ക് ഏരിയ ഉണ്ട്. പിന്നെ ഇതുപോലെ വഴിയോര കച്ചവടക്കാർ ഒരുപാട് പേര് സമീപത്തൊക്കെ ഇരിപ്പുണ്ട്. പൂക്കൾ വിൽക്കാനും മറ്റ് ഓരോരോ പ്രൊഡക്റ്റുകൾ വിൽക്കാനും ഇതുപോലെ കുങ്കുമവും അങ്ങനെ ഓരോരോ പ്രൊഡക്റ്റ് വിൽക്കാനൊക്കെ ഒരുപാട് പേര് വഴിയോരത്ത് ഇരിക്കുന്നത് കാണാൻ പറ്റും. റൈഡുകൾ ഒരുപാടുണ്ട്. പിന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഇതുപോലുള്ള ചെറിയ റൈഡുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ഫാമിലിക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഈ ഒരു കാർണിവലിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് പ്രൈസ് പറയാൻ വിട്ടുപോയി. ഒരാൾക്ക് 70 രൂപ വെച്ചിട്ടാണ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഈ കാർണിവൽ 1-ാം തീയതി വരെയാണ്, ജനുവരി 1-ാം തീയതി വരെയാണ് ഈ കാർണിവൽ ഉണ്ടാവുക. രാത്രി 12 മണി വരെയുണ്ട്. ഈവനിങ് ഒരു 6 o'clock ടു നൈറ്റ് ഒരു 12 മണി വരെയൊക്കെ കാർണിവൽ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഈ ടൈം വരുമ്പോഴാണ് ഈ ലൈറ്റെല്ലാം നന്നായിട്ട് നമുക്ക് കണ്ട് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.